VM സാദിഖലിയാണ്. നമ്മൾ ജീവിക്കുന്ന കേരളത്തിൻ്റെ ജലസ്രോതസ്സുകളുടെ പ്രധാന ഉറവിടം, നമ്മുടെ കാലാവസ്ഥ, ജൈവസമ്പത്തിൻ്റെ കലവറ, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ, നമ്മുടെ ഭക്ഷണം എല്ലാം അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നത് നമ്മുടെ കേരളത്തിൽ പശ്ചിമഘട്ടമുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന സ്ഥലത്താണ് പശ്ചിമഘട്ടമുള്ളത്. ഈ ഒരു ജൈവ കലവറ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും ജീവനോടെ ഇരിക്കുന്നതും ജീവിച്ചിരിക്കുന്നതും. ലോകത്തിൽ തന്നെ 35 ജൈവസമ്പന്നമായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ഈ ഒരു പശ്ചിമഘട്ടം ഉൾപ്പെടുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 8 എടുക്കുകയാണെങ്കിൽ അതിലൊന്നും പശ്ചിമഘട്ടമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം പ്രാധാന്യമുണ്ട് ലോകത്തിൽ തന്നെ പശ്ചിമഘട്ടത്തിന് എന്നുള്ളത്. നമ്മൾ മനുഷ്യരുടെ അമിതമായിട്ടുള്ള കടന്നുകയറ്റവും കാലാവസ്ഥയിലുണ്ടായ വലിയ വ്യത്യാസങ്ങളൊക്കെ പശ്ചിമഘട്ടത്തിലെ ജൈവസമ്പത്തിന് വലിയ മാറ്റമാണ് ഉണ്ടായത്. 1920 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിൽ 40% ജൈവസമ്പത്തുകൾ തന്നെ ഈ ഒരു പശ്ചിമഘട്ടത്തിന് ഇല്ലാതായി എന്നുള്ളതാണ് കണക്ക്. ഈ ഒരു പ്രശ്നം അതീവ ഗൗരവം നിറഞ്ഞതാണ് എന്നുള്ളത് ഈ ഒരു സമയത്താണ് ഹരിത ട്രിബ്യൂണലിനൊക്കെ മനസ്സിലാവുന്നത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഈ ഒരു വിഷയം ഹരിത ട്രിബ്യൂണൽ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിയിട്ട് 2010 പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി നിയോഗിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. 2011 കൂടിയിട്ട് ഈ ഒരു കമ്മിറ്റി കേന്ദ്ര സർക്കാരിന് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഒരു സമയത്താണ് മനസ്സിലാകുന്നത്. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് അതീവ ഗൗരവമായിട്ടുള്ള വിഷയമാണ്, പൂർണ്ണമായിട്ടും പരിസ്ഥിതി ലോല പ്രദേശമാണ് എന്നുള്ളതാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമായിട്ടുള്ള കാര്യം. അദ്ദേഹം പറഞ്ഞ 1-2 നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വികസനം പണത്തിൻ്റെ അടിസ്ഥാനത്തിലും സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലും മാത്രമാവരുത് എന്നുള്ളതായിരുന്നു. പരിസ്ഥിതിയെയും പരിസരത്തെയും പരിഗണിച്ച് മാത്രമാണ് വികസനം ചെയ്യാവൂ എന്നുള്ളതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇടുക്കിയിൽ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനെ കാല് കുത്തിക്കില്ല എന്ന് വരെ അവിടെ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി. ഇതിൻ്റെ ഒക്കെ പിന്നിൽ വലിയ മാഫിയകളാണ് കളിക്കുന്നത്. പള്ളികളിലൊക്കെ ഇടയലേഖനങ്ങളൊക്കെ വായിക്കുന്ന സിറ്റുവേഷനുകളൊക്കെ ഉണ്ടായി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏറ്റവും ഫസ്റ്റ് വന്ന പ്രളയം എവിടെയാണ് വന്നത്? ഇടുക്കിയിലാണ് വന്നത്. എത്ര ആളുകളാണ് അതിൽ മരണപ്പെടുന്നത്? അപ്പോൾ ഈ ആളുകൾക്ക് ഭൂമിയും മണ്ണും ഒക്കെ കിട്ടിയോ? ജീവൻ തന്നെ പോകുന്ന അവസ്ഥ ഉണ്ടായില്ലേ? വയനാട്ടിൽ എന്തോ ഒരു വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. നിലമ്പൂർ കവളപ്പാറൊക്കെ നമുക്ക് മറക്കാൻ പറ്റുന്ന വിഷയമാണോ? ചൂരൽമലയിലൊക്കെ ഉണ്ടായ ഒരു ആഘാതം നമ്മുടെയൊക്കെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കുക. പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അടക്കിയ റിപ്പോർട്ട് ജനങ്ങളുടെ വീടും സ്ഥലവും ഒക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് കുപ്രചരണം എല്ലാ സ്ഥലങ്ങളിലേക്കും അയച്ചു വിടുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായത്. ശരിക്കും പറയുകയാണെങ്കിൽ അത്തരത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോഴൊക്കെ ഉണ്ടാവുന്ന ഇൻസിഡൻറ്റ് നമ്മുടെ മുൻപിലൊക്കെ കാണുന്ന കാഴ്ചകൾ എത്ര ദയനീയമാണ്. നമുക്ക് ഉള്ള വീടും സ്ഥലവും കൃഷിയിടവും എന്തെല്ലാമാണ് നഷ്ടപ്പെട്ടത്? നമ്മുടെ നാടും എല്ലാം നഷ്ടപ്പെട്ടില്ലേ? നമ്മളെ ഉറ്റവരും ഉടയവരും എല്ലാവരും നഷ്ടപ്പെട്ടില്ലേ? നമ്മൾ തന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാനുള്ളൊരു കാര്യമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം നമ്മുടെയൊക്കെ മുൻപിൽ വരുന്ന സമയത്ത് ഉണ്ടാകുന്നത്. ഇത്രയധികം പ്രക്ഷോഭങ്ങൾ നിൽക്കുന്ന സമയത്ത് ഗാഡ്ഗിൽ റിപ്പോർട്ട് നമുക്ക് നടപ്പാക്കണ്ട എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ കാര്യങ്ങളെത്തി. ഈ ഒരു റിപ്പോർട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ കസ്തൂരി രംഗൻ എന്ന് പറയുന്ന ആളെ സമീപിച്ചു. 2013 ഏപ്രിൽ 15 എന്ത് ചെയ്തു? അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചു. ഡോക്ടർ കസ്തൂരി രംഗൻ ചെയ്ത റിപ്പോർട്ട് അതുപോലെ നടപ്പാക്കണം എന്നുള്ളത് കേന്ദ്ര സർക്കാരിനോട് ഹരിത ട്രിബ്യൂണൽ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെയും അതുപോലെ ഓരോ സ്ഥലത്തിൻ്റെയും ഓരോ സ്റ്റേറ്റിൻ്റെയും ആവശ്യങ്ങൾ പരിഗണിച്ചിട്ട് ഇതിലെല്ലാം മാറ്റങ്ങൾ വരുത്താം എന്നുള്ളത് കൂടെ അടിവരയിടുന്നതായിരുന്നു കസ്തൂരി രംഗൻ റിപ്പോർട്ട്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ 123 വില്ലേജുകൾ അതുപോലെ 13,108 ചതുരശ്ര കിലോമീറ്റർ വരുന്ന സ്ഥലങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നായിരുന്നു റിപ്പോർട്ടുണ്ടായിരുന്നത്. ഇതിൽ തന്നെ കേരളം ആവശ്യപ്പെട്ടത് 4,482 ചതുരശ്ര കിലോമീറ്ററിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇതും നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വേദനിപ്പിക്കുന്ന ഇൻസിഡൻറ്റുകളൊക്കെ നമുക്കുണ്ടാവുന്നത്. ഉരുൾപൊട്ടലുകളും ഫ്ലഡുകളും ഒക്കെ ഉണ്ടാവുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം.
ഈ ഒരു വിഷയമൊക്കെ ഇത്തരം സന്ദർഭത്തിലാണ് നമ്മളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓരോ സമയത്തുണ്ടാകുന്ന ഉരുൾപൊട്ടലുകളിൽ എത്രമധികം ആളുകളാണ് മരണപ്പെടുന്നത്. ഭയങ്കര വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. എത്രത്തോളം ആഘാതം സൃഷ്ടിച്ചത് കൊണ്ടാണ് ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. എന്തൊരു വേദനാജനകമാണ് അല്ലേ. ഇടുക്കിയിലും നിലമ്പൂരിലും വയക്കടവിലും വയനാടും ഒക്കെ ആയിട്ട് ഏതൊക്കെ സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുള്ളത്. വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് ഓരോ സമയത്തും നമ്മൾ കാണുന്നത്. ഇത്തരം റിപ്പോർട്ടുകളൊക്കെ നമ്മൾ തള്ളിപ്പറയുന്ന ഒരു സിറ്റുവേഷനാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പരിസ്ഥിതിയെ ഒരു കണക്കിനപ്പുറം ദ്രോഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും ഇല്ലാതാക്കാൻ ഈ പരിസ്ഥിതിക്ക് കഴിയും എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ.